സോണിയും ആദിയും ചായയൊക്കെ കുടിച്ച് കുറേ സമയം അവർക്കൊപ്പം ചെലവഴിച്ചിട്ടാണ് തിരികെ പോയത്. പോകുമ്പോൾ മനുവിനെയും അവൻ്റെ കുടുംബത്തെയും കാണാൻ ആഗ്രഹം പറഞ്ഞിരുന്നു ആദി. സോണി ചിക്കൻ പക്കോട കൊതിയോടെ കഴിക്കുന്നത് കണ്ട് കുറച്ച് പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിട്ടു അരുന്ധതി. അതുമാത്രമല്ല, എന്ത് കഴിക്കാൻ ആഗ്രഹം തോന്നിയാലും പറയണം, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നുകൂടെ പറഞ്ഞതോടെ മനസ്സ് നിറഞ്ഞാണ് സോണിയും ആദിയും ആ വൈകിട്ട് അവരോട് യാത്ര പറഞ്ഞത്. അമ്മയ്ക്ക് സങ്കടമായോ സോണി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ? അവരൊക്കെ പോയി കഴിഞ്ഞ് എന്തോ ചിന്തയിൽ മുഴുകി മുറ്റത്ത് തന്നെ നിൽക്കുന്ന അരുന്ധതിയുടെ തോളിൽ കൈചുറ്റിക്കൊണ്ട് കാശി തിരക്കി. സങ്കടമാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികളെ ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ്. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഭയന്നും സങ്കടപ്പെട്ടും കഴിയുക എന്ന് പറയുമ്പോൾ അതിലും വലിയ വേദന എന്താണ്? ഈ അവസ്ഥയിലൂടെ കടന്നു പോയതൊന്നും എനിക്ക് ഓർമ്മയില്ല എങ്കിലും അനുവിനെ ഏട്ടത്തി പൊന്നും പോലെ കൊണ്ടു നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അരുന്ധതി അവനൊപ്പം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ പറഞ്ഞു. അതൊക്കെ ശരിയായിക്കോളും. ആ കുഞ്ഞു വരുന്നതോടെ അവരുടെ വിഷമങ്ങളും മാറും. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കും അവരെ പോയി കാണാം. അതൊക്കെ അവർക്ക് രണ്ടാൾക്കും ഒരാശ്വാസവുമാകും. മുൻപൊരിക്കലും ഒരച്ഛൻ്റെ മക്കളാണ് എന്നൊരു പരിഗണനയും തരാത്തവനായിരുന്നിട്ട് പോലും ഇപ്പോൾ ആദിയോട് കാശിക്ക് എന്തുകൊണ്ടോ സ്നേഹമോ വാത്സല്യമോ അങ്ങനെ എന്തൊക്കെ തോന്നിത്തുടങ്ങിയിരുന്നു. ചിലപ്പോൾ അവനൊരു അച്ഛനാകാൻ പോകുന്നു എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ മുൻപ് പറ്റിയ തെറ്റുകൾ തിരിച്ചറിഞ്ഞു സ്വയം വേദനിച്ചുകൊണ്ടാണെങ്കിലും അതൊക്കെ തിരുത്തി ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടുള്ള സ്നേഹമാകാം. നീ എന്താടാ ആലോചിക്കുന്നേ? കാശിയുടെ കയ്യിൽ തട്ടി ചോദിച്ചു അരുന്ധതി. സോണിയുടെയും ആദിയുടെയും മാറ്റങ്ങൾ ആലോചിച്ചു പോയതാണ് അമ്മേ. സെറ്റിയിൽ ഇരിക്കുകയായിരുന്ന അരുന്ധതിയുടെ മടിയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. തെറ്റ് തിരിച്ചറിഞ്ഞു തിരുത്തി ജീവിക്കാൻ ശ്രമിക്കാത്ത അപൂർവം ചില മനുഷ്യരുമുണ്ടാവും. എന്തായാലും ആ കുട്ടികൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല മനുഷ്യരായി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഹേമയെ മനസ്സിൽ ഓർത്തു പറഞ്ഞുകൊണ്ട് കാശിയുടെ തലയിൽ മൃദുവായി തലോടി അരുന്ധതി. ആദ്യേട്ടൻ കാണാൻ പോകുന്നത് മനുവേട്ടന് ഇഷ്ടമാവൂ അമ്മായി? ചായ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ട് അപ്പവും അവർക്കൊപ്പം വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. മനുവിന് ആദിയോട് ദേഷ്യമൊന്നും ഉണ്ടാവേണ്ട കാര്യമല്ല. ഇനി അഥവാ എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു മാറ്റാവുന്നതേ ഉള്ളൂ. അമ്മ രണ്ടാണെങ്കിലും ഒരച്ഛൻ്റെ മക്കളാണ് അവർ. ആ സഹോദര സ്നേഹം എന്നും നിങ്ങൾ 3 പേർക്കും ഇടയിൽ ഉണ്ടാവണം കാശി. അരുന്ധതി പറഞ്ഞത് കേട്ട് കുഞ്ഞു പിള്ളേരെ പോലെ കാശി ചിരിച്ചുകൊണ്ട് തലകുലുക്കി സമ്മതിച്ചു. അവൻ്റെ തലകുലുക്കൽ കണ്ട് അപ്പു ചിരി കടിച്ചു പിടിച്ചിരുന്നു. എന്തടി ചിരിക്കുന്നേ? അവളുടെ കളിയാക്കി ചിരി കണ്ട് കാശി പല്ലിഞ്ഞെറുമിക്കൊണ്ട് അപ്പുവിനെ നോക്കി. അമ്മായി നോക്കിക്കേ, ഈ കാശി ചേട്ടൻ എന്നെ നോക്കി പല്ലിഞ്ഞെറുമുന്നു. അപ്പു അവൻ്റെ ഉള്ളം കാലിൽ ഇക്കിളിയിട്ടിട്ട് അല്പം നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു. മിണ്ടാതിരിക്കടാ ചെക്ക, കൊച്ചിനെ വഴക്കു പറയാതെ. കാശിയുടെ ചുമലിൽ മെല്ലെ ഒന്ന് തല്ലിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. അയ്യടാ, ഏത് കൊച്ച്? ഈ കൊച്ചിന് 21 വയസ്സാവാനാവുന്നു അമ്മയ്ക്കറിയില്ലേ അത്? അപ്പുവിനെ കളിയാക്കിക്കൊണ്ട് കാശി വീണ്ടും പറഞ്ഞു. 21 വയസ്സായെന്ന് വെച്ച് എൻ്റെ മോൾ വലുതായിപ്പോയോ? ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കാൻ പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. എൻ്റെ കൊച്ചു 18 വയസ്സിൽ നിന്നെയും കെട്ടി ഇവിടെ വന്ന് ഈ വീടും നിന്റെ കാര്യങ്ങളുമൊക്കെ നന്നായി നോക്കി പഠിച്ചു നല്ല മാർക്കും വാങ്ങി. ദേ ഇനിയിപ്പോൾ നല്ല ജോലിയും കിട്ടും. ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയ നീ ഭാഗ്യവാനാണ് കാശി. സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ കവളിൽ കൈചേർത്ത് വെച്ചു അരുന്ധതി. അങ്ങനെ പറഞ്ഞു കൊടുത്ത എൻ്റെ അമ്മായി, ഈ കാശിമോന് എന്നെ ഒരു വിലയുമില്ലെന്നേ. ഈയിടെയായി എപ്പോഴും എന്നെ ഒരു പുച്ഛമാണ്. അവൾ അരുന്ധതിയോട് പറയുന്നത് കേട്ട് കാശി കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പെണ്ണിനെ നോക്കി കണ്ണുരുട്ടി. ദേ കണ്ട അമ്മായി, കണ്ണ് തോൽപ്പിക്കുന്നത് നോക്കിയേ. എൻ്റെ പിള്ളേരെ, ഈ തല്ലുപിടുത്തം നിർത്തിക്കേ. കുഞ്ഞു കളിയൊക്കെ മതിയാക്കാനുള്ള സമയമായി. ദേ അനിയന്മാർക്ക് 2 പിള്ളേരായി. ഇനി നിങ്ങൾക്കും ഒരാൾ വരാനുള്ള സമയമായി. രണ്ടും കൂടെ വീണ്ടും തല്ലുപിടി നടത്തുന്നത് കാണാൻ അരുന്ധതി പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് അപ്പു ഒരു പിടച്ചിലൂടെ കാശിയെ നോക്കി. ചുണ്ട് കടിച്ചു പിടിച്ചിട്ടുള്ള അവൻ്റെ ചിരി കാണെ പെണ്ണ് നോട്ടം മാറ്റി. അമ്മ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അപ്പൂട്ടൻ്റെ പഠിത്തം ഏതാണ്ട് കഴിയാനായല്ലോ. ഇനി എക്സാമൊക്കെ അല്ലേ ഉള്ളൂ. ജോലിയാവാൻ പിന്നെയും സമയമെടുക്കും. അപ്പോഴേക്കും കുഞ്ഞായി കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ വാവ ഇത്തിരി വലുതാകും. പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം നമ്മുടെ കുഞ്ഞൂസിനെ. അരുന്ധതി രണ്ടാളെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് പുഞ്ചിരിയോടെ ഇരുന്നതല്ലാതെ രണ്ടാളും മറുപടിയൊന്നും പറഞ്ഞില്ല. അരുന്ധതി അത് പ്രതീക്ഷിച്ചതുമില്ല. എന്താണ് എൻ്റെ അപ്പൂസിന് ഇത്ര ആലോചന? അമ്മ പറഞ്ഞതോർത്ത് ഇരിക്കുകയാണോ നീ? രാത്രി കിടക്കാൻ വരുമ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നവളെ കണ്ട് കാശി തിരക്കി. അവൻ ചോദിച്ചതിന് അപ്പു മടിയോടെ മോളി. അതിനിപ്പോൾ ആലോചിക്കാൻ എന്താണ് എൻ്റെ കുഞ്ഞിപ്പാറു? കുട്ടികൾ എപ്പോൾ വേണമെന്നത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. എന്തായാലും കൂടിയാൽ 1 വർഷം കൂടെ. അതിനുള്ളിൽ എൻ്റെ അപ്പൂട്ടൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാവും. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കുഞ്ഞാവൻ വരും. പറഞ്ഞുകൊണ്ട് അപ്പുവിനെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി കാശി. അപ്പോൾ അങ്ങനെ തന്നെ മതിയല്ലേ കാശിയേട്ടാ? അവൻ്റെ നെഞ്ചിൽ മുത്തി കുണുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ തിരക്കി. പിന്നെ എൻ്റെ പൊന്ന് എന്താ കരുതിയിരുന്നേ? അമ്മ അങ്ങനെ പറഞ്ഞാൽ ഉടൻ ഞാനും അതുപോലെ ആഗ്രഹിക്കുമെന്നോ? അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് കാശി ചോദിച്ചു. അങ്ങനെയല്ല കാശിയേട്ടാ,
ഇപ്പോൾ മനുവേട്ടന് കണ്ണനുണ്ട്, ആദിയേട്ടന് അധികം വൈകാതെ കുഞ്ഞു വരും. പിന്നെ ഇവരിലൊക്കെ മൂത്ത ആളല്ലേ എൻ്റെ കാശിയേട്ടൻ. അപ്പോൾ അവർക്കൊക്കെ വാവ വന്നു, എനിക്ക് മാത്രമില്ലല്ലോ എന്ന് ഓർത്തു. എൻ്റെ ഈ കാശിമോന് മുൻപെടുത്ത തീരുമാനം മാറ്റാൻ തോന്നിയാലോ എന്ന് ഓർത്തുപോയി ഞാൻ. കാശിയെ എപ്പോഴും കൊതിപ്പിക്കുന്നൊരു ചിരിയോടെ അപ്പു പറഞ്ഞു. അങ്ങനെ മാറാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 8-10 വർഷമൊന്നും ആയില്ലല്ലോ. 3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതിന് നമ്മൾ മുൻപ് തീരുമാനിച്ചതുപോലെ എൻ്റെ അപ്പൂട്ടന് ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. കാശി അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തൊന്ന് ഉരസിക്കൊണ്ട് മൃദുവായി പറഞ്ഞു. അപ്പു അവൻ പറഞ്ഞതിന് സമ്മതമെന്ന പോലെ അവനെ മുറുകെ പുണർന്നു കിടന്നു. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അപ്പുവിൻ്റെ ക്ലാസ്സൊക്കെ അവസാനിച്ചു. ടെസ്റ്റൊക്കെ നല്ല രീതിയിൽ എഴുതി ജോലി കിട്ടും എന്നൊരു ആത്മവിശ്വാസത്തോടെയാണ് അവൾ. അതുപോലെ അച്ചുവിനും കൂടെ എക്സാം കഴിഞ്ഞാൽ രണ്ടും ഡ്രൈവിംഗ് പഠിക്കാൻ പോവാൻ തയ്യാറായി ഇരിപ്പാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പഠനവും എക്സാമും ഒക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ ഫ്രീ ആയി. അല്ലേ എൻ്റെ അപ്പൂസേ? എനിക്കിനി കുറച്ച് ദിവസം നല്ലോണം വിശ്രമമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഡ്രൈവിംഗ് പഠനം. മാസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം പതിവ് പോലെ അമലിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പു. PG ഫസ്റ്റ് സെം അവസാന എക്സാമും കഴിഞ്ഞു വന്ന അച്ചു അപ്പുവിനെ കണ്ടതും സന്തോഷത്തോടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് വിശ്രമത്തിന് എന്താ പെണ്ണേ കുറവ്? ഇത്രയും കാലം പഠിക്കുന്ന പേരും പറഞ്ഞ് ഈ വീട്ടിലെ അടുക്കള നീ കണ്ടിട്ടുണ്ടോ? ഇനി റെസ്റ്റ് ഒന്നുമില്ല. ഉമ ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. കയ്യിൽ വലിയൊരു കവറുമായി കയറി വരുന്ന രാധ അവളുടെ വർത്താനം കേട്ട് ഒരു ചിരിയോടെ പറഞ്ഞു. അതിനിപ്പോൾ എൻ്റെ ഏട്ടത്തിക്ക് എന്താ കുഴപ്പം? റെസ്റ്റ് എടുക്കാനും മാത്രം. രാവിലെ കൂടെ ഒരു കുഴപ്പവുമില്ലാതെ കണ്ടതല്ലേ ഞാൻ. രാധയ്ക്ക് പിന്നാലെ വാല് പോലെ അപ്പുവിൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചെറുചിരിയോടെ ഉമ അവളുടെ അമ്മയ്ക്കും ഉഷയ്ക്കും നടുവിൽ ഇരിപ്പുണ്ടായിരുന്നു. ഏട്ടത്തിക്ക് എന്ത് പറ്റി? രണ്ടാളും അകത്തേക്ക് ചെന്നതും അപ്പുവിനെ വിട്ട് ഓടി വന്ന് ഉമയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അച്ചു തിരക്കി. കൊച്ചിനെ പിടിച്ചിട്ട് ഉലയ്ക്കാതെ അച്ചു. തോളിൽ പിടിച്ച ഇവിടെ പുതിയ ഒരാൾ വരവറിയിച്ചിട്ടുണ്ട്. 8 വർഷത്തെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാത്തിരിപ്പാണ്. ഉമയെ ചേർത്ത് പിടിച്ച് വയറിൽ തലോടിക്കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴിയോടെ ഉഷ പറഞ്ഞു. അച്ചു ആണോ എന്ന പോലെ സന്തോഷത്തോടെ ഉമയെ നോക്കി. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോൾ അതാണല്ലേ വായനശാലയിൽ നിന്ന് ആഘോഷം അമലേട്ടൻ്റെ വകയാണ് എന്ന് പറഞ്ഞിട്ട് പോയത്? അച്ചു ചിരിയോടെ അപ്പുവിനെ നോക്കി. നീ ഒരു പ്ലേറ്റ് ഇങ്ങെടുക്ക അച്ചു. രാധ കയ്യിലിരുന്ന കവറിൽ നിന്ന് ഒരു പൊതിയെടുത്ത് തുറന്നുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മ ഇത്? പ്ലേറ്റ് അവർക്കടുത്തേക്ക് വെച്ചു കൊടുത്തിട്ട് അച്ചു തിരക്കി. കുമ്പിളിയപ്പമാണ്, ചക്ക ചേർത്തത്. ഞാൻ വിളിച്ചപ്പോൾ കൊച്ചിനത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. പ്ലേറ്റിൽ എടുത്തു വെച്ചതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇല മാറ്റി ഉമയുടെ കയ്യിൽ കൊടുത്തു രാധ പറഞ്ഞു. മോൾക്ക് ഇഷ്ടമായോ? അവളത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ രാധ ചോദിച്ചു. ഉമ സന്തോഷത്തോടെ മൂളി. ഉമയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു തെളിച്ചം നോക്കി കാണുകയായിരുന്നു ഓരോരുത്തരും. ഇന്ന് ഉമച്ചേച്ചിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു എൻ്റെ കാശിയേട്ടാ. രാത്രി ആഹാരമൊക്കെ കഴിച്ച് സിറ്റൗട്ടിലെ പടിയിലിരുന്ന് സംസാരിക്കുന്നതിനിടെ അപ്പു പറഞ്ഞു. അത് പിന്നെ ഉണ്ടാവാതെ ഇരിക്കുമോ എൻ്റെ അപ്പൂട്ടാ? 8 വർഷമായില്ലേ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ അവനാണ് ആദ്യം കിട്ടിയത്. കാശി ചിരിയോടെ ആ പടിയിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. സോണി ചേച്ചിക്ക് മറ്റന്നാളാണ് ഡേറ്റ്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പു മെല്ലെ പറഞ്ഞു. സോണി ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെന്ന് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയതാണ്. പറഞ്ഞുകൊണ്ട് കാശി അവളുടെ മടിയിലേക്ക് തല ഉയർത്തി വെച്ചു. ആരാണ് സോണി ചേച്ചിയുടെ കൂടെ കൂട്ടിനുള്ളത്? പിന്നീട് എന്തായി എന്നൊന്നും വിളിച്ചും ചോദിച്ചില്ലേ? അപ്പു അവൻ്റെ തലമുടിക്കിടയിൽ വിരൽ കോർത്തുകൊണ്ട് തിരക്കി. വൈകിട്ടാണ് അപ്പു അഡ്മിറ്റായത്. കൂടെയുള്ളത് അവളുടെ അമ്മ സരിത ആൻറ്റിയും ആൻറ്റിയുടെ അനിയത്തിയുമാണ്. പിന്നെ വിശേഷമൊക്കെ ഇനി നാളെ രാവിലെ വിളിക്കുമ്പോൾ അറിയാം. കാശി അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. എഴുന്നേറ്റേ കാശിയേട്ടാ. അവൻ്റെ മീശയും താടിയും ബെന്നിൻ്റെ ഇടയിലൂടെ നഗ്നമായ വയറിൽ അമർന്ന് ഇക്കിളിയായിട്ട് പെണ്ണൊന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ നമുക്ക് അകത്തേക്ക് പോയാലോ? അപ്പുവിൻ്റെ ചൊടികൾ അമർത്തി ഒന്ന് തലോടി നേർത്ത കള്ളച്ചിരിയോടെ അവളെ വാരിയെടുത്തു കാശി ചോദിച്ചു. അവൻ്റെ നോട്ടത്തിൽ ചുവന്നുപോയ അപ്പു അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം അന്നൊരു ഞായറാഴ്ച വൈകിട്ട് വെപ്രാളത്തോടെ അമൽ രാഗത്തിലേക്ക് ഓടിക്കയറി വന്നു. എന്താടാ ഈ 3 പടി ഓടിക്കയറി വന്ന് നിന്ന് കിതയ്ക്കുന്നത്? വൈകിട്ടോ രാവിലെയോ 1 മണിക്കൂർ നടക്കുന്നത് നന്നായിരിക്കും, വയറൊക്കെ ചാടി. അമലിൻ്റെ വയറ് മെല്ലെ ഒന്ന് ഇടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഡാ വിനീതയുടെ കാര്യം അറിഞ്ഞില്ലേ നീ? ചോദിച്ചിട്ട് വിയർപ്പൊപ്പിക്കൊണ്ട് കാശിയുടെ അടുത്തേക്ക് ഇരുന്നു അമൽ. അവളുടെ എന്ത് കാര്യം അറിയാനിപ്പോൾ? ഹോസ്പിറ്റലിലല്ലേ, രക്ഷപ്പെട്ടാൽ ജയിലിലാക്കും ആ പ്രസിഡന്റ്. ചോദിച്ചുകൊണ്ട് ഒരു കാൽ മടക്കി പിന്നിലേക്ക് നീങ്ങി ചാരിയിരുന്നു കാശി. എടാ അവള് മരിച്ചു, അമൽ വല്ലായ്മയോട് പറഞ്ഞു. മരിച്ചു എന്നല്ല പറയേണ്ടത്, രക്ഷപ്പെട്ടു എന്ന് പറയടാ. അവള് ജീവിച്ചിരുന്നുവെങ്കിൽ ആ പ്രസിഡന്റ് വെറുതെ വിടുമായിരുന്നോ? അതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ തന്നെ ഈ അവസ്ഥയിൽ തിരികെ വരുന്നവളെ കാത്ത് ആരാണ് ഉള്ളത്? അവളെൻ്റെ അപ്പുവിനെ എത്രയോ വട്ടം അനാഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ കാശി പറഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ എരിയുന്ന പക അമൽ വ്യക്തമായി കണ്ടു. നീ പറഞ്ഞത് ശരിയാണ്. ജീവിച്ചിരുന്നുവെങ്കിൽ
മകനെ ഉപദ്രവിച്ചതിന് അയാൾ അവളെ വെറുതെ വിടുമായിരുന്നില്ല. അവനില്ലേ ആ നിരഞ്ജനെ ചികിത്സയ്ക്കായി അമേരിക്കയിലുള്ള അയാളുടെ സഹോദരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയെന്ന് കേൾക്കുന്നു. അമൽ ആലോചനയോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എവിടെയെങ്കിലും കൊണ്ടുപോകട്ടെ, ഇവനൊക്കെ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത്. ഇവനൊന്നും ഈ ഭൂമിയിൽ 2 കാലിൽ നിവർന്നു നിൽക്കാൻ പാടില്ല. മിച്ചുവിൻ്റെയുൾപ്പെടെ എത്ര പെൺകുട്ടികളുടെ കണ്ണുനീരും ശാപവും അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്നോ. അവനെക്കുറിച്ച് എല്ലാം അറിയാമെങ്കിലും ഈ പെൺപിള്ളേർ ഇതെന്ത് കണ്ടിട്ടാണോ ഇവന്റെയൊക്കെ പിന്നാലെ പോയി ജീവിതം തുലയ്ക്കുന്നത്. കടപ്പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് വെറുപ്പോടെ കാശി പറഞ്ഞു. കാശിയേട്ടാ, സോണി ചേച്ചി പ്രസവിച്ചു, ആൺകുട്ടിയാണ് എന്ന് ആദിയേട്ടനാണ് വിളിച്ചത്. അകത്ത് നിന്ന് കാശിയുടെ ഫോണുമായിട്ട് അപ്പു ഹാളിലേക്ക് ഓടി വന്ന് പറഞ്ഞു. ഓ, അങ്ങനെ അതിനൊരു സമാധാനമായി, ചിരിയോടെ അമൽ പറഞ്ഞു. ഇനി ഒരു 7 മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ അമലേട്ടന്റെ വീട്ടിലും വാവ വരും. കണക്ക് കൂട്ടി മാസം ഉൾപ്പെടെ പറഞ്ഞു അപ്പു. അമൽ ഒരു ചിരിയോടെ അവളെ നോക്കി ഒന്നും മൂളി. നമ്മളെപ്പോഴാ കാശിയേട്ടാ വാവയെ കാണാൻ പോകുന്നത്? അപ്പു കുഞ്ഞിനെ കാണാൻ കൊതിയായെന്ന പോലെ തിരക്കി. വൈകിട്ട് പോകാം. തിരികെ വരുമ്പോൾ നമുക്ക് അച്ചമ്മയെ ഒന്ന് കാണാൻ പോകണം. 2 ദിവസമായി പറയുന്നു നിന്നെ ഒന്ന് കാണണമെന്ന്. അമ്മമ്മയെ കാണാൻ ഇന്നിപ്പോൾ അനന്തന്റെ വീട്ടിലേക്ക് പോവേണ്ടി വരും. അവിടെയാ ഹേമയെ കൂടെ കാണണമല്ലോ എന്നോർത്ത് മടി തോന്നിയെങ്കിലും അമ്മൻ പറഞ്ഞതിന് ആലോചനയോടെ തലകുലുക്കി സമ്മതം പറഞ്ഞു അപ്പു. അപ്പവും കാശിയും കുഞ്ഞിന് ആവശ്യമുള്ള കുറേയേറെ സാധനങ്ങളൊക്കെ വാങ്ങി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സോണിയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയിരുന്നു. തളർച്ചയോടെ കിടക്കുന്ന സോണിയുടെ അരികിൽ ഒട്ടിക്കിടക്കുന്ന നന്നേ വെളുത്തു തൊടുത്ത ഒരാൺകുട്ടി. അപ്പു കൊതിയോടെ ആ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. പഞ്ഞി മുട്ടായി പോലെയുണ്ട് അല്ലേ കാശിയേട്ടാ? ഇത്തിരി മാത്രം വലിപ്പമുള്ള ആ കുഞ്ഞുമണിയെ എടുക്കാൻ ഭയന്ന് അവന്റെ പഞ്ഞി പോലുള്ള കവിളിൽ മൃദുവായി ഒന്ന് തൊട്ടു നോക്കിയിട്ട് അപ്പു കാശിയുടെ ചെവിയിൽ പറഞ്ഞു. എന്താ രണ്ടാളും കൂടെ രഹസ്യം പറയുന്നത്? മോനെ എടുക്കുന്നില്ലേ അപ്പു? രണ്ടാളെയും നോക്കി നേർത്തൊരു ചിരിയോടെ സോണി തിരക്കി. ഇത്രയും ചെറിയ വാവയെ എടുക്കാൻ എനിക്ക് പേടിയാണ് ചേച്ചി. ഇവൻ ഇച്ചിരി കൂടെ വലുതായിട്ട് ഞാൻ എടുത്തോളാം. സോണിയുടെ ബെഡിനടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നിട്ട് അപ്പു പറഞ്ഞു. ഞാൻ പ്രസവിച്ച കാര്യം ആദി അരുന്ധതി അമ്മയോട് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ വരില്ലേ അപ്പു? അപ്പുവിന്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് സോണി തിരക്കി. അതിന് മറുപടി എന്ത് പറയണമെന്നറിയാതെ അപ്പു മുഖം തിരിച്ച് കാശിയെ നോക്കി. അമ്മയും അച്ഛനും കൂടെ ഒരുമിച്ച് വരും സോണി, കാശി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ കാണും കേട്ടോ. പഠിപ്പും ജോലി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന്റെ കാര്യം ഒരുപാട് വെച്ച് നീട്ടരുത്. തിരികെ പോകാനിറങ്ങി അപ്പുവിനെ ചേർത്ത് പിടിച്ച് സരിത പറഞ്ഞു. അവർ പറഞ്ഞതിന് മറുപടിയായിട്ട് ചിരിയോടെ ഒന്ന് മൂളിയതേയുള്ളൂ അപ്പു. അമ്മാവൻ ഇതെന്ത് പറ്റി കാശിയേട്ടാ? ആകെ ഒരു മൂടാപ്പ്. ആരോട് സംസാരമോ ചിരിയോ ഒന്നുമില്ലാന്നാണ് അമ്മമ്മ പറഞ്ഞത്. ദേവകിയെയും ജഗന്നാഥനെയും ഒക്കെ കണ്ട് തിരികെ പോകും വഴിയാണ് അപ്പു കാശിയോട് പറഞ്ഞത്. അച്ഛന് നമ്മുടെ സത്യഗിരി ആശ്രമത്തിൽ പോകണമെന്ന്. ഇനിയുള്ള കാലം അവിടെ കഴിയാനാണ് ആഗ്രഹമെന്ന്. അവിടെയുള്ള വൃദ്ധരെയും വയ്യാത്ത ആളുകളെയും ഒക്കെ നോക്കി കഴിയാനാണ് ആഗ്രഹമെന്ന്. എൻ്റെ അഭിപ്രായം അറിയാനാണ് ചോദിച്ചത്. അപ്പോൾ ആ ഹേമയോ? അവരെ ആര് നോക്കും? അമ്മാവൻ അവിടെ പോയി അവിടെ ഉള്ളവരെ നോക്കുന്നതിന് പകരം ഇവിടെ ഭാര്യയെ നോക്കി കഴിഞ്ഞാൽ പോരെ? ചെയ്ത പാവമൊക്കെ ദൈവം പുറത്തേക്കും. അല്ല, കാശിയേട്ടൻ എന്തു പറഞ്ഞു? പോകാനോ പോകണ്ട എന്നോ? കാശിയുടെ മുതുകിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ചിരിയോടെ അപ്പു ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന അപ്പുവിന്റെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അമ്മമ്മയ്ക്കും അപ്പൂപ്പനുമൊക്കെ നല്ല വിഷമമുണ്ട്. അവർക്ക് തറവാട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. ഇപ്പോൾ കുഞ്ഞിനെ കണ്ടതോടെ സോണി ചേച്ചിയും കുഞ്ഞിനെയും കൂട്ടി തറവാട്ടിൽ ചെന്ന് താമസിക്കാമോ എന്ന് ആദിയേട്ടനോട് പറയാനിരിക്കുകയാണ് രണ്ടാളും. അതെന്തേലും ചെയ്യട്ടെ, നമുക്ക് ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയണ്ട, കാശി ഒരു ഉപദേശം പോലെ പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറയാതെ അപ്പു അവന്റെ പിന്നിൽ ചാഞ്ഞു കിടന്നു. ഇന്ന് ആ വിനീതയുടെ സംസ്കാരമായിരുന്നു. ഏറ്റെടുക്കാൻ ആരുമില്ലാഞ്ഞിട്ട് പൊതു ശ്മശാനത്തിൽ ആയിരുന്നു സംസ്കരിച്ചത്. വൈകിട്ട് ബാങ്കിൽ നിന്ന് വന്നപാടെ കാശി അപ്പുവിനോട് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇവരുടെയൊക്കെ കാര്യം. എങ്ങനെ ജീവിക്കേണ്ടിയിരുന്നതാണ്. അവർ കാരണം തന്നെ ആ അച്ഛനും അമ്മയും പോയി. ഇപ്പം ആരുമില്ലാതെ അനാഥയായി പോകേണ്ടി വന്നില്ലേ? ആ സ്ത്രീയെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് പോലും ആരുടെയും കണ്ണിൽ നിന്ന് വരില്ല. താടിക്ക് കൈകൊടുത്തിരുന്ന അപ്പു പറഞ്ഞു. എൻ്റെ അപ്പൂട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. 2 ദിവസത്തിനകം ടെസ്റ്റ് എഴുതിയതിൻ്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോയിനിങ് ഏത് ബ്രാഞ്ചിലാണെന്ന് അറിയാം. അവളുടെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് കാശി പറഞ്ഞു. കാശിയേട്ടൻ്റെ ബാങ്കിൽ തന്നെ ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പു അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നിട്ട് പറഞ്ഞു. അവിടെ വന്ന നിന്നെ പണിയെടുപ്പിച്ച് കൊല്ലും ഞാൻ. അപ്പുവിൻ്റെ തലയിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ എൻ്റെ കാശിയേട്ടൻ പറയുന്നതല്ലേ. ഞാൻ ചെയ്യേണ്ട പണി കൂടെ എൻ്റെ കാശിയേട്ടൻ ചെയ്യുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പു ചിരിയോടെ അവൻ്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു. ചുമ്മാ പറയുന്നതല്ല. നീ ബാങ്കിലൊന്ന് വന്ന് നോക്ക്. ഞാൻ അവിടെ എങ്ങനെയാണെന്ന് അന്നേരം നിനക്ക് മനസ്സിലാവും. അപ്പുവിൻ്റെ കാതോരം ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞവൻ. ആ, അവിടെ ഈ മാനേജർ ശരിക്കും പഞ്ചാരക്കുഞ്ചു ആവും. അതല്ലേ ആ രേവതി പോയപ്പോൾ മാനേജറുടെ പിന്നാലെ നടക്കാൻ പുതിയൊരു രമ്യ വന്നത്. ചുണ്ടു കൊണ്ടിക്കൊണ്ട് പറഞ്ഞത് മാത്രമേ അപ്പുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ.
അടുത്ത നിമിഷം അവളെ വരിഞ്ഞു മുറുക്കി പിടിച്ചുകൊണ്ട് അപ്പുവിൻ്റെ ചുണ്ടുകളെ ഒന്നാകെ അവൻ്റെ വായ്ക്കുള്ളിൽ ഒതുക്കിയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ചുവേ. എൻ്റെ അച്ചു ഒരമ്മയാവാൻ പോവുകയാണോ? ഇന്ന് കേൾക്കുന്നതൊക്കെ സന്തോഷ വാർത്തയാണല്ലോ പെണ്ണേ. അപ്പു അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പുവിന് അവൾ ആഗ്രഹിച്ചതുപോലെ കാശിയുടെ ബാങ്കിൽ തന്നെയാണ് ജോലി കിട്ടിയത്. ബ്രാഞ്ച് ഏതെന്ന് അറിഞ്ഞ് ആ സന്തോഷം പങ്കുവയ്ക്കാൻ കാശിക്കൊപ്പം വന്ന അപ്പു അച്ചു പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത കൂടെ കേട്ടതിൻ്റെ സന്തോഷത്തിൽ പറഞ്ഞു. കാര്യം അറിഞ്ഞപ്പോൾ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല അപ്പൂട്ട. പക്ഷേ ഈ കാര്യം ഉറപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ അഭിയേട്ടൻ എന്നോട് ഇനി ഓടിച്ചാടി നടക്കരുത് എന്നും റെസ്റ്റ് എടുക്കണമെന്നും ഇനി ബാക്കിയുള്ള പഠിപ്പ് വീട്ടിലിരുന്ന് മതിയെന്നും പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അഭിയെ നോക്കിയൊരു ചിരിയോടെ അച്ചു പറഞ്ഞു. എന്നാണ് അപ്പുവിന് ജോയിൻ ചെയ്യേണ്ടത്? വീർത്ത വയറും താങ്ങിപ്പിടിച്ച് അവൾക്ക് അടുത്ത് വന്നിരുന്ന് ഉമ ചോദിച്ചു. തിങ്കളാഴ്ചയാണ് ചേച്ചി. അടുത്ത് ചേർന്നിരുന്ന ഉമയുടെ വീർത്ത വയറിൽ ഒന്ന് തലോടിക്കൊണ്ട് അപ്പു പറഞ്ഞു. അപ്പുവിനെ വാവയ്ക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ദേ നോക്കിയേ, ആകെ ഇളകി മറിയുന്നു. വയറിൻ്റെ ഒരു വശം മുഴച്ചുന്തി വരുന്നത് കണ്ട് അവിടേക്ക് അപ്പുവിൻ്റെ കൈ പിടിച്ച് ചേർത്തുകൊണ്ട് ഉമ പറഞ്ഞു. യോ, ഇത് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ ഉമേച്ചി? അപ്പു അവളോട് ചേർന്നിരുന്നു കൊണ്ട് തിരക്കി. മാസം തികഞ്ഞു വരുമല്ലേ മോളെ, അതുകൊണ്ടാണ് ഇങ്ങനെ അറിയാൻ പറ്റുന്നത്. നമ്മൾ കൈ ചേർത്ത് വെക്കുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും. ഉഷ അപ്പുവിന് കുടിക്കാൻ ചായ കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വാത്സല്യത്തോടെ പറഞ്ഞു. അപ്പു കാര്യം മനസ്സിലായതുപോലെ ഒന്ന് മൂളി. ഡി അപ്പൂസെ, നിന്റെ ആഗ്രഹം പോലെ പഠിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ജോലിയുമായി. ഇനിയിപ്പോൾ വാവയുടെ കാര്യത്തിൽ ഒത്തിരി ഒന്നും താമസിപ്പിക്കണ്ട കേട്ടോ. നമ്മളെ രണ്ടാളും ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് കളിച്ചു വളർന്നതുപോലെ ഇപ്പോഴും ജീവിക്കുന്നത് പോലെ നമ്മുടെ മക്കളും ഒരുമിച്ച് കളിച്ചു വളരട്ടടി പെണ്ണേ. അപ്പുവിൻ്റെ കൈയും പിടിച്ച് മുറ്റത്ത് പഴുത്തു നിൽക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഒരെണ്ണം അടർത്തിയെടുത്ത് കൊതിയോടെ കഴിക്കുമ്പോൾ അച്ചു പറഞ്ഞു. അച്ചു പറയുന്നതൊക്കെ വെറുതെ പുഞ്ചിരിയോടെ കേട്ടിരുന്നുവെങ്കിലും അപ്പുവിൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞെന്ന മോഹം മെല്ലെ പിറവിയെടുത്തു തുടങ്ങിയിരുന്നു.